ഗോൾഫ് പിന്മാറ്റം അമേരിക്കയുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയാണ് ഗോൾഫിൽ നിന്ന് ഏറെക്കുറെ പൂർണ്ണമായ രീതിയിൽ പിന്മാറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചത്. ഇത് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ റിപ്പോർട്ട് അന്ന് പുറത്തു വന്നതാണ്. അപ്പോൾ നമ്മളൊരു രാജ്യവും തമ്മിൽ വിലയിരുത്തുന്ന സമയത്ത് വെറും ഒരു നയതന്ത്ര ബന്ധമൊന്നുമല്ല, അതിൻ്റെ അകത്ത് ബിസിനസ് ബന്ധം ഉണ്ടാവും, വ്യവസായം ഉണ്ടാവും, സാമ്പത്തിക സാമൂഹ്യ രംഗത്തെല്ലാം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. ഹോസ്പിറ്റാലിറ്റി മേഖലയിലുണ്ടാവും, ബിസിനസ് മേഖലയിലുണ്ടാവും. പണം അങ്ങോട്ട് നിക്ഷേപിക്കും, പണം ഇങ്ങോട്ട് നിക്ഷേപിക്കും, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, പലതരത്തിലുണ്ട്. അത് പ്രത്യേകിച്ച് അമേരിക്കയും അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അങ്ങനെയുണ്ട്. ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങളിൽ ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പരമാവധി ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സൗദിയിലൊക്കെ പോയാൽ കാണാം, സൗദി ഹോളണ്ടി ബാങ്ക്, സൗദി ഫ്രാൻസി ബാങ്ക്, സൗദി ബ്രിട്ടൻ ബാങ്ക്, സൗദി USA ബാങ്ക്, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന എല്ലാം ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ റിയാദിൻ്റെ വലിയ ഭാഗത്ത് ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. UAE അങ്ങനെ തന്നെയാണ്. അത് കുവൈത്തിലും ഖത്തറിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധമാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ചില അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ബാങ്കിലും നിക്ഷേപം നടത്തുന്നുണ്ട്. ആ ഇസ്രായേലിൻ്റെ ബാങ്കിൽ നിക്ഷേപം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇറാൻ പല ഘട്ടത്തിലും പറയുന്നത് അതിൽ നിന്ന് മാറി നിൽക്കണം, പ്രശ്നമാണ്, വിഷയമാണെന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ പ്രതിഫലനമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കായിക കളിയാണ് ഗോൾഫ് എന്ന് പറയുന്നത്. അതിൽ പണം വ്യവസായികളൊക്കെ പണം അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ, അല്ല അതിനു വേണ്ടി ഇറക്കുന്ന പോലെ ഒരു കളിക്കും ഇറക്കുന്നില്ല. ലിവ് ഗോൾഫ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ നിന്നാണ് സൗദി പിന്മാറ്റം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നത്. 16,000 കോടിയുടെ മുടക്ക് നിക്ഷേപമൊക്കെ സൗദി അറേബ്യയുടേതുണ്ട്. അത് പിൻവലിക്കുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് എത്രത്തോളം അതിനെ ബാധിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ. ഗോൾഫ് ക്ലബ്ബുകൾ, റിസോർട്ടുകൾ, സ്വകാര്യ കോഴ്സുകൾ എന്നിവയൊക്കെ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടത്തപ്പെടുന്നത്. ബിസിനസ് കരാറ്, കോർപ്പറേറ്റ് നെറ്റ്വർക്കിംഗ്, രാഷ്ട്രീയ ബിസിനസ് മീറ്റ്, ആഗോള TV സംപ്രേഷണങ്ങൾ, ലക്ഷറി ബ്രാൻഡ് സ്പോൺസർഷിപ്പ്, പരസ്യം തുടങ്ങിയവയെല്ലാം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഫുഡ് ബേ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇതിന് മുൻപ് തന്നെ വന്നിരുന്നു. അത് അന്താരാഷ്ട്ര തലത്തിലാണ്, എല്ലാ രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പറയുന്ന കാര്യം ഇങ്ങനെ, ഫുട്ബോളിനെ അപേക്ഷിച്ച് ബ്രാൻഡ് വാല്യൂ കൂടുതൽ, സ്പോൺസർഷിപ്പിൻ്റെ സ്ഥിരതയും കിട്ടുന്നത് ഈ ഗോൾഫ് എന്ന് പറയുന്ന കളിയാണ്. മറ്റൊരു അപേക്ഷിക്കാനായിട്ട് കൂടുതൽ ഇതിന് സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റം കിട്ടും, അതേപോലെ തന്നെ സ്ഥിരതയും കിട്ടും. എന്ന് വെച്ചാൽ ഗോൾഫിന് പ്രത്യേകപരമായിരിക്കുന്ന കാലമൊന്നുമില്ല, അതെല്ലാ സമയത്തും നടക്കുന്നതാണെന്ന് ചുരുക്കം. ബില്യൺ കണക്കിന് ഡോളറാണ് ഇതിൻ്റെ നിക്ഷേപത്തിലേക്ക് വരുന്നത്. അത് വ്യവസായികൾ, സമ്പന്നർ, രാഷ്ട്രഭരണാധികാരികൾ, ഇനി രാജ്യത്തിൻ്റെ പേരിലാണെങ്കിൽ അങ്ങനെ പരസ്പരം പല വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നെല്ലാം ഈ ഡെപ്പോസിറ്റ് ഇതിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് പണം ഇറക്കുന്നുണ്ട്. TV ബ്രാൻഡ്, ടെലിവിഷൻ്റെ ഈ ബ്രോഡ്കാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇവരാണ് നേതൃത്വം നൽകുന്നത് പല രാജ്യത്തും. പ്രത്യേകിച്ച് ഫുട്ബോൾ മത്സരമൊക്കെ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഫുട്ബോൾ മത്സരങ്ങളൊക്കെ ഉണ്ടാകും, FIFA വേൾഡ് കപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ലേലം വിളിച്ചെടുക്കും. അതൊക്കെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരസ്യദാതാക്കളുടെ അടുത്ത് എത്തുന്ന സമയത്ത് വൻ പണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഷോർട്ട് വേ ആണ്. അതിനൊക്കെ ഇവരൊരു യൂണിറ്റും ഗ്രൂപ്പും ആയിട്ടാണ് നിൽക്കുന്നത്. സ്പോൺസർഷിപ്പിൻ്റെ പുറമെ ഈ ടിക്കറ്റ് സെയിൽ നടത്താറുണ്ട്, ലക്ഷറി ഹോസ്പിറ്റാലിറ്റി പാക്കേജ് ഉണ്ട്, അഡ്വർടൈസിംഗ്, പരസ്യമായിട്ട് ബന്ധപ്പെട്ടത്, ഇങ്ങനെ സർവ്വ മേഖലയിലേക്ക് മർച്ചൻഡൈസർ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതെല്ലാം ഇതിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലൊക്കെ വമ്പൻ ഇടിവ് ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയുടെ പിന്മാറ്റത്തോടു കൂടി. ഈ കൂടുതലായിട്ട് പണം, അതായത് അമേരിക്കയിൽ $2 ട്രില്യൺ ഇവിടെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് പല ഘട്ടങ്ങളിലും മറ്റ് രാഷ്ട്രങ്ങളിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അമേരിക്ക കുറച്ച് പണം അങ്ങോട്ട് പിൻവലിച്ചാളും. അപ്പോൾ ഈക്വാലിറ്റി വരാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഈ പണം എടുത്തിട്ട് മറ്റ് മേഖലയിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടോ ആണ് ചെയ്യുന്നത് എന്നുള്ള പരാതി ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ സൗദി അറേബ്യ, ഖത്തറും UAE ഒക്കെ ഇതിനൊക്കെ വലിയ താല്പര്യമുള്ളതും അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കുകയും ചെയ്ത രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുമാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്നത് എന്ന് മുമ്പ് തന്നെ പറയപ്പെട്ടതാണ്. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും നിക്ഷേപിക്കുന്നതിന് 15 മടങ്ങ്, അതായത് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ പണം നിക്ഷേപിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറമെ ആയിട്ട് ബിസിനസ് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാർ ഒരു രാജ്യത്ത് നാഷണൽ ഹൈവേ പോലെയുള്ള വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിൽ ഡെപ്പോസിറ്റ് ക്ഷണിക്കും.
അതിൽ നിക്ഷേപം നടത്തും. നിക്ഷേപ സംവിധാനങ്ങളൊക്കെ കൂടുതലും പ്രൈവറ്റൈസേഷനാണ് അവിടെ നടക്കുന്നത്. അമേരിക്കയിലൊക്കെ നടക്കുക കൂടുതലും. ഗവൺമെൻറ് ഒന്നും അല്ല ഈ വർക്ക് കാര്യങ്ങൾ എടുക്കുക, പ്രൈവറ്റാണ്. നമ്മൾ ഇവിടെ തന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സർക്കാർ ഇപ്പോൾ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ റോഡ് ഉണ്ടാക്കുന്ന സർക്കാരല്ലല്ലോ, റോഡ് ഉണ്ടാക്കാൻ പ്രൈവറ്റ് കമ്പനിയല്ലേ ഏൽപ്പിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് ഇതിൽ എന്തുണ്ടാവുമെന്നറിയോ, വലിയ വരുമാനം ഉണ്ടാവും. അപ്പോൾ ആ വരുമാനത്തിൻ്റെ വിഹിതം ചിലപ്പോൾ ഈ മന്ത്രിമാർക്ക് എം എൽ എമാർക്ക് പോകാൻ സാധ്യതയുണ്ട്, ഒരു നിശ്ചിത സംഖ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നേരിട്ട് ഇവരെ ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ രീതിയിൽ വൻതോതിൽ ലാഭം ഉണ്ടാവും. അപ്പോൾ അമേരിക്ക അതിൽ പറയുന്നത് ഇത്തരം പ്രവർത്തികൾക്കൊക്കെ അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ നിക്ഷേപിക്കുന്നതിൻ്റെ 15% അല്ലെങ്കിൽ 15 ഇരട്ടി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ നിക്ഷേപിക്കുന്നത് പലതരത്തിലും. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചർച്ച വന്നത്, സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം രാജ്യം വിട്ടുപോയി. എങ്ങോട്ടാണ് പോയത്? റഷ്യയിലേക്കാണ് പോയത്. റഷ്യയിലേക്ക് പോയതോടനുബന്ധിച്ച് അവിടുത്തെ പ്രദേശ കക്ഷികളോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശ കക്ഷികളോ എന്ന് ഓർമ്മയില്ല, ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സിറിയയിൽ നിന്ന് വൻതോതിൽ പണവുമായിട്ടാണ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തിക സ്വർണ്ണമോ മറ്റോ ആയിട്ടാണ് റഷ്യയിലേക്ക് പോയത്. അതുകൊണ്ട് അയാളുടെ കൈവശത്തിൽ നിന്ന് ആ പണം തിരിച്ചു വാങ്ങിയിട്ട് രാജ്യത്തെത്തിക്കുക, രാജ്യത്തിൻ്റെ സമ്പത്താണ് എന്നുള്ളത്. ഏക്കറക്കണക്കിന് ഭൂമി റഷ്യയിൽ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് ബഷർ അൽ അസദിനും ഫാമിലിക്കും ഉണ്ട്. മുമ്പേ ബന്ധമുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ സിറിയ റഷ്യയുടെ അനുഭവം പ്രകടിപ്പിച്ച രാജ്യമാണ്. അപ്പോൾ ഈ ഇറാഖ് ആണെങ്കിൽ ആ സമയത്ത് അമേരിക്കയുടെ പക്ഷത്താണ്. അങ്ങനെ ഒരു പച്ചം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ബിസിനസ് സംബന്ധമായ രീതിയിലും ഭൂമി വാങ്ങിക്കൂട്ടാനും വലിയ ഡെപ്പോസിറ്റ് നടത്താറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. 2-2 കൊട്ടാരം ഖത്തറിൻ്റെത് അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ ഭാഗങ്ങളിലുണ്ടെന്നാണ് പറയുന്നത്. 1-2 അല്ലെങ്കിൽ 2 കൂടുതൽ. അത് വിലക്ക് വാങ്ങിയതാണ്. വിലക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരവിടെ വലിയ രീതിയിലുള്ള ഈ സാമ്പത്തിക വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വ്യവസായമോ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന പ്രവൃത്തിയുണ്ട്. പല അറേബ്യൻ രാജ്യങ്ങളിലും ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും വ്യവസായികൾക്കും അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇരട്ട പൗരത്വമുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, നമ്മളൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സൗഹൃദ ബന്ധം, അതിനപ്പുറമായി സാമ്പത്തിക വ്യവസായ വാണിജ്യ രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള ബന്ധങ്ങളും പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രവൃത്തി സാധാരണ ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് വ്യവസായികൾ മറ്റ് പല രാജ്യങ്ങളിലും പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ ബിസിനസ് നടത്തുന്നുണ്ട്. നമ്മൾ ദുബായിയുടെ കാര്യം മാത്രമേ കേൾക്കൂ. ദുബായ് എന്നല്ല, ആഫ്രിക്കയിൽ പോലും, സുഡാൻ ഇപ്പോൾ ആഭ്യന്തരമായിരിക്കുന്ന കലാപവും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഏറെക്കുറെ ഇപ്പോൾ ശാന്തമാവട്ടെ, അങ്ങനത്തെ ആ പ്രദേശത്ത് അവിടെ പോലും നമ്മുടെ മലയാളിൽപ്പെട്ട ആൾക്കാർ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബിസിനസ് നടത്തുന്നതുണ്ട്. സർക്കാർ വിളിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ ഒരു റോഡ് വെട്ടാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രൈവറ്റൈസേഷൻ ചെയ്യുമ്പോൾ അതിൽ ഇന്ത്യക്കാരായ ആളുകളെ തൊഴിലിൽ വെച്ചിട്ട് പ്രവൃത്തി നടത്തുന്നത് പല രാജ്യത്തും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഉണ്ട്. അതിപ്പോൾ മാത്രമല്ല, സ്വർണ്ണക്കനികൾ കൂടുതലുള്ള രാജ്യങ്ങളിലൊന്ന് സുഡാനാണ്. അവിടുന്ന് കുഴിച്ചെടുക്കാനുള്ള പണിയാണ്. അതിന് വലിയ രീതിയിലുള്ള പ്രയാസം ബുദ്ധിമുട്ടുണ്ട്. പല ഘട്ടങ്ങളിലും സോവിയറ്റ് യൂണിയൻ്റെ സൈനികർ, അത് റഷ്യയുടെ സൈനികർ, ഇപ്പോൾ ആണെങ്കിൽ പുട്ടിൻ്റെ സൈനികർ കാവൽ നിന്നിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ, അവിടെ സൈനികർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് സാമ്പത്തിക മേഖലയെ ബാധിക്കും, രാജ്യത്തെ ബാധിക്കും, മറ്റുള്ള രാജ്യത്തെ ബാധിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സങ്കീർണമായിട്ട് വേറെ ഉണ്ടാവാറുണ്ടെന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയം ഈ ഇതുമായിട്ട് ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ട് കളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അമേരിക്ക, UK, സ്കോട്ട്ലാൻഡ്, പിന്നെ സൗദി, UAE, ജപ്പാൻ, ഓസ്ട്രേലിയ, ഈ ഭാഗത്തിലാണ് സാധാരണ കളിക്കുക. സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഗോൾഫ് എന്ന് പറയുന്ന ഈ കളി തന്നെ ഉണ്ടായത് സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടാണ്. അവിടുന്ന് കളി പിന്നെ വിപുലമാക്കപ്പെട്ട് അങ്ങനെ വ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എണ്ണ ഉൽപ്പാദന നയവുമായിട്ട് ബന്ധപ്പെട്ട് ഗൾഫിനത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് ലിങ്ക് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്നിനെ ബാധിച്ചാൽ മറ്റൊന്നെ ബാധിക്കും, അതിനെ ബാധിച്ചാൽ അടുത്തന്നെ ബാധിക്കും. അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ അമേരിക്കയായിട്ടുള്ള ബന്ധം വളരെ പെട്ടെന്ന് തന്നെ വിച്ഛേദിക്കാനൊന്നും അറേബ്യൻ രാജ്യങ്ങൾക്ക് എന്നില്ല ഒരു രാജ്യത്തിനും പെട്ടെന്ന് സാധിക്കില്ല. ആ തരത്തിലാണ് വളഞ്ഞും പൊളഞ്ഞും തിരിഞ്ഞുമായിട്ടുള്ള ബന്ധങ്ങളുള്ളത്. അപ്പോൾ ഒന്നുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്ന സമയത്ത് മറ്റൊന്നിനെ അത് ബാധിക്കും. 2 ഒഴിവാക്കുകയാണ്, മൂന്നാമത്തെ ഒന്നിനെ ബാധിക്കും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചൈനയുമായി അടുത്തത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ബ്രിക്സ് ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യം. ബ്രിക്സിൻ്റെ കക്ഷിയാണ് ഇപ്പോൾ ചൈന എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധം, അങ്ങനത്തെ ഒരു കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ പെട്ട രാജ്യങ്ങളുമായി വലിയ രീതിയിൽ സൗഹൃദം, പ്രത്യേകിച്ച് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട സൗഹൃദം ഉണ്ടാക്കുന്നതിന് അമേരിക്കക്ക് താല്പര്യമില്ല. അതിൻ്റെ ഒരു നീരസം ഇതിൻ്റെ മുമ്പ് പറയപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴത്തെ യുദ്ധം, അതിൻ്റെ കെടുതി, പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഗൾഫ് സുരക്ഷിതമല്ല എന്നുള്ള ഒരു നിലപാടുകൾ, ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് സങ്കീർണമായിട്ട് അവസാനിക്കാതെ സർവ്വ മേഖലയും ബാധിച്ചു. പിന്നെ ജനകീയപരമായ രീതിയിൽ, ആന്തരികമായ രീതിയിൽ ജനങ്ങളുടെ അഭിപ്രായം തേടുന്ന സമയത്ത് അതൊക്കെ അമേരിക്കയുടെ നയങ്ങൾക്കും സമീപനങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് എന്ന് കണ്ടെത്താനും സൗദി അറേബ്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ബന്ധത്തെ ബന്ധം നീങ്ങി പോവാതിരിക്കാൻ വലിയ കാരണം ആയിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഗൾഫ് ബന്ധത്തിലൂടെ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ പിരിയുന്നു എന്ന് പറയുന്ന സമയത്ത് അതൊരു ഗൾഫിലെ മാത്രമല്ല സർവ്വ മേഖലയും അത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.